വീഡിയോയിലോട്ട് പോവാം ഗായ്സ്. ടാറ്റ ഇല്ല, നമുക്ക് വീഡിയോ നമ്മൾ തുടങ്ങാൻ പോകണം അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വയോ ഡിസ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് നമുക്ക് ചപ്പാത്തിയും ഒരു കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവോള എല്ലാം എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു 1-2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് എവിടെ നമ്മൾ വേവിക്കാൻ വെച്ചത് വെന്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് ഞാൻ മാവൊക്കെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്ക് എല്ലാവരും കുഴക്കും പോലെ തന്നെ കേട്ടോ ഞാനും ചെയ്യാറ്. അപ്പോൾ അതാ കുഴച്ചിനി ഇതൊക്കെ എല്ലാം ഒന്ന് പരത്തി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് വൈകുന്നേരം അപ്പോൾ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കുറച്ച് നാളായി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളിവിടെ തന്നെ പൊടിപ്പിക്കണ ഗോതമ്പ് നമ്മൾ കഴുകി റേഷൻ കടയിലത്തെ ഗോതമ്പ് കഴുകി പൊടിക്കുന്നതാണ്. ഇനി എന്നിട്ട് നമ്മൾ കൂട്ടാനിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കുക. അതിന് കുറച്ച് തേങ്ങ, കുറച്ച് പച്ചമുളക്, ഒരു അര സ്പൂൺ പെരിഞ്ജീരകം, ഒരു കഷ്ണം പട്ട ഇത്ര ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്താ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ചപ്പാത്തിയും ചുട്ടെടുക്കാം കേട്ടോ. ചപ്പാത്തിയൊക്കെ കറക്റ്റ് വട്ടത്തിലൊന്നും അല്ല കേട്ടോ. ചപ്പാത്തി ചിലതൊക്കെ ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അരപ്പ് കറിയിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. പിന്നെ അതാ കൈയോടെ തന്നെ ചപ്പാത്തിയും ചുട്ടെടുക്കാം. നമ്മൾ രാത്രി ഇത് കഴിക്കേണ്ട ടൈമിൽ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും ഇങ്ങനത്തെ. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കാണിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ കേട്ടോ. ഞാൻ വീഡിയോയിൽ വലിയ ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം എന്ന് പറഞ്ഞത്. ഞാൻ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് കട്ട് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.